ഹലോ നല്ല നമസ്കാരം. ദി ഹോം. ലുക്മാനും മാക്സും ഒരു പാസ്റ്റർ കുടുംബം എടുത്തു വളർത്തുന്നു. ലുക്കിൻ്റെ മരണത്തോടുകൂടി മാക്സ് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നക്കാരനായി മാറുകയും ജയിലിൽ പോവുകയും ചെയ്യുന്നു. ശിക്ഷകളവന് വേണ്ടി 4 മാസത്തെ കമ്മ്യൂണിറ്റി സർവീസ് നിർബന്ധിതമായി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട നഴ്സിംഗ് ഹോമിലേക്ക് രാത്രിയിൽ ഡ്യൂട്ടിയിലെത്തുകയാണ് ക്ലീനിങ് ജോബുമായിട്ട്. അവിടെ വെച്ച് മാക്സിന് അസ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയും ആ സ്ഥാപനത്തിൻ്റെ ദുരൂഹതകളും ഇരുണ്ട ഭൂതകാലത്തെ കണ്ടെത്തുവാനും ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ കണ്ടന്റ്. സിനിമയുടെ തുടക്കത്തിലെ ദുരൂഹമായിട്ടുള്ള അന്തരീക്ഷവും കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയും സ്ഥാപനത്തിൻ്റെ ഏകാന്തതയും ആകാംക്ഷയുടെ മുന്നിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലെ ആ ദുരൂഹമായിട്ടുള്ള അന്തരീക്ഷം നല്ലതാണെങ്കിലും പിന്നീട് സിനിമയുടെ പ്ലോട്ട് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി പോകുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഹൊറർ സിനിമകളിലെ പഴഞ്ചൻ ക്ലീഷെ ആവർത്തിക്കുന്നുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ പ്രധാനമായിട്ടുള്ള ട്വിസ്റ്റ് വേണ്ടത്ര ആഴത്തിലുള്ളതോ അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതോടൊപ്പം തന്നെ വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് പലതും തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവാരം കുറഞ്ഞിട്ടുള്ള കുറേ ക്ലീശ രംഗങ്ങളിലേക്ക് പലപ്പോഴും മൊത്തത്തിൽ വഴിമാറി പോകുന്നു. ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞ ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് ദി ഹോം തോന്നിയത്. സിനിമയുടെ മൊത്തത്തിലുള്ള അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ വളരെ നന്നായിരുന്നുവെങ്കിൽ പോലും തിരക്കഥ ദുർബലമായി പോയതുകൊണ്ട് അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ദി ഹോം മികച്ച സാധ്യതകളിലോടുകൂടി തുടങ്ങിയിട്ട് ഒരു ശരാശരി നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഹൊറർ സിനിമകൾ നൽകുന്ന ആ ഒരു സെയിം ടെംപ്ലേറ്റ് മാത്രമാണ് ഈ സിനിമ നൽകിയിട്ടുള്ളത്. ഒരു മികച്ച സിനിമാനുഭവം പ്രതീക്ഷിച്ച് ഈ സിനിമ കാണേണ്ട കാര്യമില്ല. അവസാനത്തെ ഒരു 20 മിനിറ്റ് മാത്രമാണ് ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നിയത്. ഹോട്ട്സ്റ്റാറിലും അതോടൊപ്പം തന്നെ ആമസോണിലും ഈ സിനിമ ഇപ്പോൾ മുതൽ ലഭ്യമാണ്. കാണാൻ കഴിയുന്നവർക്ക്, ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് ഹോം അനുഭവപ്പെട്ടത്.